നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നേരത്തെ തിരുവനന്തപുരത്തെ SFI നടത്തിയ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധമാണ് പ്രിയ പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ദേശീയ നേതാക്കൾ, മലയാളികൾ, ആദർശാക്കി അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ പ്രതിഷേധം അറിയിക്കുകയാണ്. ശക്തമായി SFI ഉണ്ടാവും. രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം SFIയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയെ വിൽക്കുകയാണ്. NDA എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ സംഭവിച്ചതാണ്. പേപ്പർ, അതായത് ഒരു പരീക്ഷാ പേപ്പർ വിറ്റ് പണമുണ്ടാക്കുന്ന സമീപനമാണ്. സുതാര്യത ഇല്ലാത്ത നിലയിലാണ് വരുന്നത്. ശക്തമായ പ്രക്ഷോഭമായി SFI മുന്നോട്ട് പോകും. കേരളത്തിലേക്കടക്കം ഇത് രാജ്യവ്യാപകമായി ഇന്ന് കേരളത്തിൽ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടക്കും. രാജ്യവ്യാപകമായി മുഴുവൻ സംസ്ഥാനത്തും വിദ്യാർത്ഥികളുടെ വിനീതിക്ക് വേണ്ടിയുള്ള സമരം ഈ നീറ്റ് പരീക്ഷയ്ക്കുള്ള വന്നിട്ടുള്ള അപാകതയെ ബന്ധപ്പെട്ട് SFI ഉയർത്തിക്കൊണ്ടുവരും. അതായത് വിദ്യാഭ്യാസ മേഖല ഉപയോഗിച്ച് കാശ് സമ്പാദിപ്പിക്കുക, കാശുണ്ടാക്കാനുള്ള ശ്രമമാണ്. തുടങ്ങി ഒരു 5 മിനിറ്റ് പിന്നിടുന്നതിന് മുമ്പ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും 1 ഇഞ്ച് പിന്നോട്ട് പോകത്തില്ല. ശക്തമായ പ്രതിരോധം പാർലമെന്റിലോട്ട് മാർച്ച് ഇന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നടത്തി. ഏത് പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാലും ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല. വിദ്യാർത്ഥികൾക്ക് നീതിക്ക് വേണ്ടി NDA എന്നത് സുതാര്യമാവണം. വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികളെ പ്രതിഷേധം നടത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. SFIയുടെ ദേശീയ നേതാക്കളടക്കം അറസ്റ്റിലായിരിക്കുന്നു. സമരം തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് പ്രവർത്തകരെ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. YS അഭിനന്ദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിനന്ദ്, ഇവിടെ തിരുവനന്തപുരത്ത് SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ദില്ലി സമരത്തിന്റെ കാഴ്ചകൾ കൂടി കണ്ടത്. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണോ? മാധു, അത് തന്നെയാണ്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ SFI കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഒരു ശക്തമായ പ്രതിഷേധം അത് രാജ്യമെമ്പാടും നടത്തും. ഇത് 2ാം തവണയാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കണ്ടെത്തുന്നതും നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കടക്കുന്നത്. ഈ ഇത്ര വലിയൊരു പ്രശ്നമുണ്ടായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറങ്ങിയ ഒരു പ്രതികരണത്തിന് പോലും ഇത്രയും സമയമായിട്ടും തയ്യാറായിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ SFI കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന. SFI അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ആദർശം സജിയുടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. കാരണം ഇപ്പോൾ ഈ പ്രതിഷേധം ആരംഭിച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല മാധു. അവർ വന്നു, പ്രതിഷേധിക്കാനായിട്ട് നിന്നു. ആ സമയത്ത് തന്നെ വലിയ ഒരു പോലീസ് സന്നാഹം തന്നെയായിരുന്നു ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലുണ്ടായിരുന്നത്. പോലീസ് ഇവർ വന്ന ആ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ മാറ്റുകയായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ തടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രവർത്തകരെക്കാട്ടിൽ കൂടുതൽ പോലീസുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാണ് മാധു. എത്രമാത്രം പോലീസും SOG അടക്കമുള്ള സംഘങ്ങൾ CRPF ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ഓർക്കണം. ഒരു ചെറിയ പ്രതിഷേധമായിട്ടാണ് SFI പ്രവർത്തകർ ഇവിടെ എത്തിയത്. പക്ഷേ അടിച്ചമർത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം. പക്ഷെ എന്ത് വില കൊടുത്തും ഈ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും SFI അഖിലേന്ത്യാ പ്രസിഡന്റും അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയ ഒരു ചോർച്ച രാജസ്ഥാനിലായിരുന്നു ഇത് കണ്ടെത്തിയത്. പക്ഷെ അവിടെ മാത്രം കേന്ദ്രീകരിച്ചല്ലായിരുന്നു, അത് ഹരിയാനയിലേക്കും ഉത്തരാഖണ്ഡിലേക്കും ഉത്തർപ്രദേശിലേക്കും കേരളത്തിലേക്കും അടക്കം വ്യാപിപ്പിക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നു. ഇതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മനീഷ് യാദവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഷിക്കാറിലെ ഒരു ട്യൂഷൻ സെന്ററിലായിരുന്നു ഇത് വിതരണം ചെയ്തത്. 20,000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് വരെ ഇത് വിതരണം ചെയ്തു. 140 പരീക്ഷാ മാഫിയകൾ സജീവമാവുകയാണ്. 680 മാർക്കോളം കിട്ടുന്ന ചോദ്യങ്ങൾ ചോർന്നിരിക്കുന്നു. 720 മാർക്കിൽ 600 മാർക്കിന് തുല്യമായ ഭാഗങ്ങൾ ചോർന്നു.
എന്നുള്ളതാണ്. അതിൽ തന്നെ 180 ചോദ്യങ്ങളിൽ ഏകദേശം 15 എണ്ണം മുൻകൂട്ടി തന്നെ പ്രചരിപ്പിച്ചത് ഒരു പരീക്ഷാ മാഫിയയുടെ ഇടപെടലാണ്. ഇതിന് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ദല്ലാളന്മാരുണ്ട് എന്നത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും മാധു, അത് തന്നെയാണ് SFI. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ NSUIയുടെ പ്രതിഷേധവും കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഇടനിലക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇടനിലക്കാരെ പരിപോഷിപ്പിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കാരണം അത്രമാത്രം സുതാര്യതയോടുകൂടി നടക്കുന്ന ഒരു പരീക്ഷ എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒന്നാണ് നീറ്റ് പരീക്ഷ. അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി അറിയാം. അത് എഴുതിയിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളും നമുക്കറിയാവുന്നതാണ്. എത്രയോ ദിവസം ഉറക്കമിളച്ച് പഠിച്ചിട്ടാണ് പരീക്ഷാ സെന്ററിൽ ഈ പരീക്ഷ അഭിമുഖീകരിക്കാനായിട്ട് വരുന്നതെന്നും അറിയാം. അതിനകത്താണ് 720 മാർക്കിന്റെ പരീക്ഷയിൽ രാജസ്ഥാനിലെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം 140 ചോദ്യങ്ങൾക്ക് അത് കൃത്യമായി ഉത്തരം ലഭിക്കുന്നു. നേരത്തെ ലഭിച്ച മാതൃകാ ചോദ്യപേപ്പറിന്റെ അടിസ്ഥാനത്തിലെന്ന ഒരു വ്യാപകമായിട്ടുള്ള കണ്ടെത്തൽ അത് രാജസ്ഥാൻ SOG നടത്തുകയാണ്. ഇതിന്റെ പശ്ചാത്തലം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. മെയ് 3-ാം തീയതി പരീക്ഷ നടക്കുന്നു. മെയ് 1-ാം തീയതിയാണ് വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിക്കുന്നത്. അത് ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വാട്സപ്പിലൂടെ അടക്കം പ്രചരിപ്പിക്കുന്നു. പിന്നീട് ഇത് കൈയെഴുത്ത് മൂലം പലയിടങ്ങളിലേക്കും എത്തിക്കുന്നു. മെയ് 7-ാം തീയതിയാണ് രാജസ്ഥാൻ പോലീസ് ഒരു പരാതി ലഭിക്കുന്നത്. അങ്ങനെ ഷിക്കാറിൽ നടത്തിയ അന്വേഷണത്തിൽ ട്യൂഷൻ സെന്ററിലാണ് ഇത് എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ശരി, അതിൽ നിന്നാണ് പിന്നീട് രാജ്യവ്യാപകമായ പ്രതിഷേധമായിട്ട് പടർന്നു പന്തലിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ മാഫിയകൾക്ക് വിട്ടുകൊടുക്കില്ല. വിദ്യാർത്ഥികൾക്ക് മാനസികമായും സാമ്പത്തികമായും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുങ്ങുന്നത്.